ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് അതുപോലെ ഒഫീഷ്യൽ സിലബസ് എന്നിവ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ആ ഒരു സിലബസിനെ പറ്റിയും നമ്മുടെ എക്സാമിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ സിലബസിലും എത്ര മാർക്കിന്റെ അതിന്റെ ഡിവിഷൻ ഓഫ് മാർക്കിംഗ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാറ്റഗറി നമ്പർ നമുക്ക് അറിയാവുന്ന പോലെ 724/2024 കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 1/9/2025 മൺഡേ 9 AM ടു 12:30 PM ആണ് പേപ്പർ 1 എക്സാം നടക്കുന്നത്. അതിനുശേഷം അതേ ദിവസം തന്നെ 1:30 മുതൽ 5 മണി വരെ പേപ്പർ 2യുടെ എക്സാം നടക്കും. പേപ്പർ 3യുടെ എക്സാം നടക്കുന്നത് 2/9/2025 ട്യൂസ്ഡേ ആണ്. അത് 9 മണി മുതൽ 12:30 വരെ. ഇങ്ങനെയാണ് എക്സാം ഡേറ്റും അതിന്റെ ടൈം ഷെഡ്യൂളും വരുന്നത്. അപ്പോൾ 9/1 നമുക്ക് ഫോർനൂണും ആഫ്റ്റർനൂണും നമുക്ക് എക്സാം ഉണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 3യുടെ എക്സാം നടക്കുന്നത് അടുത്ത ദിവസം ചൊവ്വാഴ്ചയായിരിക്കും 9 മണി മുതൽ 12:30 വരെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് 18/8/2025 മുതൽ അവൈലബിൾ ആയിട്ട് തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എക്സാം ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് പൊതുവെ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ, സിലബസിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പാർട്ടാണ്, 3 പേപ്പർ ഉണ്ടല്ലോ. അപ്പോൾ ആ 3 പേപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ ജനറൽ നോളേജ്, പ്രിസൈസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഏതാണ് ഒന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത്. 150 മാർക്കിനാണ് ഈ ഒരു പേപ്പർ. 3 മണിക്കൂറാണ് ഈ ഒരു പേപ്പർ. എല്ലാ പേപ്പറിനും 3 മണിക്കൂറാണ് സമയം നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ്. 150 3 മാർക്കിന് 3 അവേഴ്സ്. അതുപോലെ അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എലമെന്ററി ബട്ട് പ്രാക്ടിക്കൽ 200 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക, 200 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 3 മണിക്കൂർ മാത്രമേ അവിടെയും എക്സാമിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ അവിടെ കൂടുതൽ ടൈം ഒന്നുമില്ല. നിങ്ങൾക്ക് 3 മണിക്കൂർ മാത്രമേ എക്സാമിനായിട്ട് അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമുക്ക് സിലബസിലേക്ക് പോവാം. സിലബസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ് മെയിൻസിലും വന്നിരിക്കുന്നത്. പ്രിലിംസ് നമുക്ക് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മെയിൻസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 1 2 പാർട്ട് വീണ്ടും ഉണ്ട്. 2 ഡിവിഷൻസ് വേറെയും ഉണ്ട്. അതായത് നമ്മുടെ ജനറൽ നോളേജും അതുപോലെ ജനറൽ ഇംഗ്ലീഷും പിന്നെ പ്രിസൈസ് റൈറ്റിംഗും. അപ്പോൾ അതിൽ ജനറൽ നോളേജിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ ടോപ്പിക് ഫാക്ട്സ് ആണ്. ഫാക്ട്സിൽ നമുക്ക് വേർഡ് ക്യാപിറ്റൽസ് 2 മാർക്ക്, വേർഡ് ലാംഗ്വേജ് 2 മാർക്ക്, വേൾഡ് കറൻസി, അതുപോലെ വേൾഡ് ലീഡേഴ്സ്, റിവേഴ്സ് ആൻഡ് മൗണ്ടൻസ് എന്നിങ്ങനെ 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇനി ഹിസ്റ്ററിയും അതുപോലെ തന്നെയാണ്. 5 കാര്യങ്ങൾ: ആൻഷ്യന്റ് ഇന്ത്യൻ ഫിഗേഴ്സ്, മിഡീവൽ ഇന്ത്യൻ ഫിഗേഴ്സ്, അതുപോലെ മോഡേൺ ഇന്ത്യൻ ഇവന്റ്സ്, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, അതുപോലെ പോസ്റ്റ് 1956 കേരള. ഇത്രയും ടോപ്പിക്കാണ്. ഓരോ ടോപ്പിക്കിനും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വീതം 10 മാർക്കിനാണ് ആകെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അതിനുശേഷം അടുത്ത് വരുന്ന ലേറ്റസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് ബഡ്ജറ്റ്, അതുപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, അവാർഡ്സ്, സ്റ്റേറ്റ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ പബ്ലിക് ഹെൽത്ത്. ഇവിടെയും അതുപോലെ തന്നെ 5 ഡിവിഷൻസ് ആണ്. 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അതുപോലെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പാർലമെന്റ് ഓഫ് ഇന്ത്യ, അസംബ്ലി ഓഫ് കേരള, ഇമ്പോർട്ടന്റ് ലോസ്. അതുപോലെ 2 മാർക്ക് വീതം 10 മാർക്ക്. അതുപോലെ സൊസൈറ്റി ആൻഡ് ആർട്സിലേക്ക് വരുന്ന സമയത്ത് ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, സ്പോർട്സ്, ഫെസ്റ്റിവൽസ് എന്നീ ടോപ്പിക്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, യെസ്, അതും 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇനി ജനറൽ നോളേജിൽ അടുത്ത പാർട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അവിടെ ഇൻവെന്റേഴ്സ്, അതുപോലെ IT, മെഡിസിൻസ്, സ്പേസ്, സോഷ്യൽ മീഡിയ. ഇത്രയും ടോപ്പിക്കാണ്. 10 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ. ആകെ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓരോന്നിന്നും 2 മാർക്ക് വീതം. ആകെ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇനി അടുത്ത പാർട്ട് വരുമ്പോൾ പാർട്ട് 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്കതിനെ പ്രധാനമായിട്ടും നൗൺ, ടെൻസ്, വേർബ് ആൻഡ് അതേഴ്സ് എന്നിങ്ങനെ നമുക്ക് ഗ്രാമറിന്റെ പോർഷൻസിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ നൗണിൽ നമുക്ക് സിംഗുലർ, പ്ലൂറൽ, അതുപോലെ കൗണ്ട്, അൺകൗണ്ട് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, പൊസസീവ് പ്രോനൗൺസ്, സ്പെല്ലിംഗ് തുടങ്ങിയ ടോപ്പിക്സ് ആണ്. റെസ്പെക്റ്റീവ്ലി 4, 2,
2 2 5 ഇങ്ങനെയാണ് മാർക്ക് ഡിവിഷൻസ് വരുന്നത്. ഓക്കെ, സബ് ഡിവിഷൻസ്. അതിനുശേഷം ടെൻസ് ആണ്. ടെൻസ് നമുക്കറിയാമല്ലോ, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ്, അതുപോലെ ഇറഗുലർ വേർബ്സ്. ഓരോന്നിനും 2 2 2 4 4 അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അടുത്തത് വേർബ്സിൽ നമുക്ക് ഫ്രേസൽ വേർബ്സ് വരുന്നുണ്ട് 2 മാർക്കിന്, ഓക്സിലറി മോഡൽസ് വരുന്നുണ്ട് 4 മാർക്കിന്, ആഡ് വേർബ്സ് 2 മാർക്കിന്, ആക്റ്റീവ് ആൻഡ് പാസീവ് 5 മാർക്കിന്, റിപ്പോർട്ടഡ് സ്പീച്ച് 5 മാർക്കിന്. അതേഴ്സിലും നമുക്ക് പ്രധാനമായിട്ടും പ്രോണൗൺസ് 2 മാർക്കിന് വരും, അഡ്ജക്റ്റീവ്സ് ചോദിക്കും, പ്രപ്പോസിഷൻസ് ചോദിക്കും 2 മാർക്കിന്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതുപോലെ ജംബിൾഡ് സെന്റൻസ് 5 മാർക്കിന്. ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ആകെ ഓരോ സെക്ഷനിൽ നിന്നും ഓരോ സബ് ഡിവിഷനിൽ നിന്നും വരുന്ന ടോട്ടൽ മാർക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ആണെങ്കിൽ 10 മാർക്ക്, അതുപോലെ 10, 8, 13, 9. അപ്പോൾ ഈ മാർക്കുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് പാർട്ട് 3, അതിൽ പ്രിസൈസ് റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് പാർട്ട് 3 എന്ന് പറയുമ്പോൾ പേപ്പർ 3 അല്ല, പേപ്പർ 1 പാർട്ട് 3. അവിടെ പ്രിസൈസ് റൈറ്റിംഗ് 30 മാർക്കിന്, അത് 30 മിനിറ്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഗിവ് എ കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി ഓഫ് റിപ്പോർട്ട് ഗിവൺ ഇൻ 100 വേർഡ്സ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഒരു സമ്മറി, കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ 1 പേജ് 300 വേർഡ് ഓഫ് എ കമ്പനി ആനുവൽ റിപ്പോർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ദാറ്റ് ക്യാൻ ബി പ്രസന്റഡ് ആസ് എ ടേബിൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി ആയിട്ട് അത് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അത് 30 മാർക്കിന് 20 മാർക്കിനാണ് ആ ഒരു സെക്ഷൻ എ. അടുത്ത സെക്ഷൻ ബി വരുന്നത് അതൊരു അനലിറ്റിക്കൽ സെഷനാണ്, 10 മാർക്കിനാണ്, 10 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഓർ ഫോൾസ്, അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വീതം 10 മാർക്കിനാണ്. അതൊരു അനലിറ്റിക്കലാണ്, കറക്റ്റോ ഇൻകറക്റ്റോ അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവും, അത് 10 മാർക്കിന്. അങ്ങനെ പാർട്ട് 3 പ്രിസൈസ് റൈറ്റിംഗ് 20 + 10 30 മാർക്കിന്. അങ്ങനെ ആകെ ഒന്നാമത്തെ പേപ്പറിൽ ആകെ നമുക്ക് എത്ര മാർക്കിനാണ്? 150 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് പോവാം. പേപ്പർ 2 എന്ന് പറയുന്നത് എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ്. അപ്പോൾ എലമെന്ററി ബുക്ക് കീപ്പിംഗിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മുടെ ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്, അവിടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, നീഡ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്, സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ്, ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിംഗ്, അതുപോലെ ജേർണൽ ആൻഡ് സബ്സിഡറി ബുക്ക്, പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട്സ്, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് അവിടെ ചാപ്റ്റർ 1 വരുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 നിന്ന് നമുക്ക് 21 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ആ 21 മാർക്കിന്റെ വീണ്ടും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ആകെ 21 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 1 നിന്ന് ചോദിക്കുന്നത്. ഇനി ചാപ്റ്റർ 2 വരുമ്പോൾ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അവിടെ ട്രേഡിംഗ് അക്കൗണ്ട്, അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, പേർപ്പസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, പേർപ്പസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. 21 മാർക്കിന്, നേരത്തെ പോലെ തന്നെയാണ് 21 മാർക്കിന് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് സബ് ഡിവിഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ചാപ്റ്റർ നമുക്ക് ചാപ്റ്റർ ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ്സ്, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ് എന്നിങ്ങനെയാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അതിൽ ഡിപ്രീസിയേഷൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, കോസസ്, മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, റിസർവ്സ്, മീനിങ്, ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ്, റിസർവ് ഫണ്ട് വേഴ്സസ് സിങ്കിങ് ഫണ്ട്, സീക്രട്ട് റിസർവ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്നിങ്ങനെയാണ് ആ ടോപ്പിക്സിൽ പ്രധാനമായിട്ടുള്ള സബ് ടോപ്പിക്കുകൾ വരുന്നത്. 13 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്സ്, ചെക്സ്. അവിടെ മീനിങ്, ഡെഫിനിഷൻ, kinds of bills, parties to a bill, maturity of bill, times of acceptance, negotiation of bills, endorsement, kinds of endorsement, dishonor of bill, noting, promissory notes, meaning, definition, parties, checks, meaning and definition, parties, kinds of checks, ക്ലോസിംഗ് ഓഫ് ചെക്സ്, ടൈപ്സ് ഓഫ് ക്ലോസിംഗ് എന്നിങ്ങനെയാണ് അവിടെ ടോപ്പിക്സ് വരുന്നത്. 16 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതിൽ 3 മാർക്കിന്റെ ഒരു ചോദ്യം, 5 മാർക്കിന്റെ ഒരു ചോദ്യം, 8 മാർക്കിന്റെ ഒരു ചോദ്യം, അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത ടോപ്പിക് വരുന്നത് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ വരുന്നത് പോർഷൻ റിലേറ്റിംഗ് ടു വോയേജ് അക്കൗണ്ട് ആണ്. അവിടെ വോയേജ് അക്കൗണ്ട്, ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഫ്രൈറ്റ്, പ്രൈമേജ് പാസേജ് മണി, അഡ്രസ് കമ്മീഷൻ, പോർട്ട് ചാർജസ്, ബങ്കർ കോസ്റ്റ്, സ്റ്റിവർഡോയിങ് ചാർജസ്, വോയേജ് ഇൻ പ്രോഗ്രസ്
എന്നിങ്ങനെയാണ് ടോപ്പിക് വരുന്നത്. 13 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും അറിയാലോ, 5 മാർക്കിന്റെ ഒരു ചോദ്യവും 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒരു ചോദ്യവും 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് ആണ്. അവിടെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഒബ്ജക്ട്സ് ഓഫ് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ്, വർക്കിംഗ് ഓഫ് സിസ്റ്റംസ്, കൺട്രോൾ അക്കൗണ്ട്സ് എന്നിങ്ങനെയാണ് 5 മാർക്കിന്റെ ടോപ്പിക്സ്, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചാപ്റ്റർ വരുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ അക്കൗണ്ട്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ്. അവിടെ ക്യാപിറ്റൽ റെസീറ്റ്, റവന്യൂ റെസീറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് ആൻഡ് റെസീറ്റ്സ് എന്നിങ്ങനെയാണ് ടോപ്പിക്സ് വരുന്നത്. 16 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതിൽ 3 മാർക്കിന്റെ ഒരു ചോദ്യം, 5 മാർക്കിന്റെ ഒരു ചോദ്യം, 8 മാർക്കിന്റെ ഒരു ചോദ്യം. അത് ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത് മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനിയാണ്. അവിടെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, പ്രൈം കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വർക്കിംഗ് അക്കൗണ്ട്സ്, മീനിങ്, പ്രിപ്പറേഷൻ, കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി, ഇറ്റ്സ് പ്രിപ്പറേഷൻ എന്നിങ്ങനെയാണ് 13 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അവിടെ 3 മാർക്കിന്റെ ഒരു ചോദ്യം, 5 മാർക്കിന്റെ 2 ചോദ്യവും ഉണ്ടാവും. അടുത്തത് കോസ്റ്റ് അക്കൗണ്ട്സ് ആണ്. അവിടെ ക്ലാസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്, ഒബ്ജക്ട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്, ലേബർ ഇൻ കോസ്റ്റിംഗ് സിസ്റ്റം, മെത്തേഡ്സ് ഓഫ് പേയ്മെന്റ് ഓഫ് വേജസ്, മെറ്റീരിയൽസ് ഇൻ കോസ്റ്റിംഗ് സിസ്റ്റം, ഓവർഹെഡ്, അലോക്കേഷൻ, അപ്പോർഷൻമെന്റ് ആൻഡ് റീഅപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്, റീകൺസിലേഷൻ വിത്ത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നിങ്ങനെയാണ് അവിടെ ടോപ്പിക്സ് വരുന്നത്. 16 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അവിടെ 3 മാർക്കിന്റെ ഒരു ചോദ്യം, 5 മാർക്കിന്റെ ഒരു ചോദ്യം, 8 മാർക്കിന്റെ ഒരു ചോദ്യം. ഓക്കെ, അതുപോലെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഫൈനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ക്ലിയർ, പ്രോഫിറ്റ്, റീസണബിൾ റിട്ടേൺ, ഡിസ്പോസൽ ഓഫ് സർപ്ലസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നിങ്ങനെയാണ് 16 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 3 മാർക്കിന്റെ ഒരു ചോദ്യം, 5 മാർക്കിന്റെ ഒരു ചോദ്യം, 8 മാർക്കിന്റെ ഒരു ചോദ്യം. അങ്ങനെ രണ്ടാമത്തെ പേപ്പർ 150 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആകെ ഉണ്ടാവുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്തത് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ്. അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷനിൽ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റത്തിൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, അസിലിസിറ്റി, ഡിവിസിബിലിറ്റി, റിമൈൻഡേഴ്സ്, പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണാലിറ്റി ആൻഡ് ഡെസിമൽ റെപ്രസെന്റേഷൻ, ഡിവിഷൻ ആൽഗോരിതം, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇത്രയും ടോപ്പിക് മൊഡ്യൂൾ 1. അടുത്തത് മൊഡ്യൂൾ 2 പോളിനോമിയൽസ് ആണ്. അവിടെ ഡിഗ്രി, ക്ലാസിഫിക്കേഷൻ, റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം, ഡിവിഷൻ ആൽഗോരിതം ഫോർ പോളിനോമിയൽസ്, സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് പോളിനോമിയൽസ്. അടുത്തത് മൊഡ്യൂൾ 3 വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അവിടെ റൂട്ട്സ്, മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് റൂട്ട്സ്, അവിടെ ഫാക്ടറൈസേഷൻ, കംപ്ലീറ്റിംഗ് സ്ക്വയർസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഫോർമുല, ഇത്രയും മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ നേച്ചർ ഓഫ് റൂട്ട്സ്, റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ്, ഇത്രയും ടോപ്പിക്സ് ആണ്. മൊഡ്യൂൾ 4 വരുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. അവിടെ മെത്തേഡ്സ്, അത് ഗ്രാഫിക്കൽ മെത്തേഡ്സും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എലിമിനേഷനും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അങ്ങനെ 4 മെത്തേഡ് അറിഞ്ഞിരിക്കണം. കണ്ടീഷൻസ് ഓഫ് സോൾവബിലിറ്റി. അടുത്തത് 5ാമത്തെ മൊഡ്യൂൾ വരുന്നത് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്, ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ്. അവിടെ മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് സ്ക്വയേഴ്സ്, റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ്, അത് മാത്രം മതി. മൊഡ്യൂൾ 6 വരുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, ജനറൽ ടേംസ്, സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അടുത്തത് മൊഡ്യൂൾ 7 വരുന്നത് പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്സ്. അവിടെ പ്രോബ്ലം റിലേറ്റഡ് ടു പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്സ്. മൊഡ്യൂൾ 8 വരുന്നത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, അതിന് റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. മൊഡ്യൂൾ 9 വരുന്നത് പെർസെൻറ്റേജ് ആണ്. അവിടെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളും സക്സസീവ് ചേഞ്ചസ് ഇൻ പെർസെൻറ്റേജുമാണ് നമുക്ക് വേണ്ടത്. അടുത്തത് 10ാമത്തെ മൊഡ്യൂൾ വരുന്നത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. 11ാമത്തെ മൊഡ്യൂൾ സ്റ്റാറ്റ് ആണ്. അവിടെ ഡെഫിനിഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഗ്രാഫിക്കലിൽ നമുക്ക് ബാർ ഗ്രാഫ്സ് വേണം, ഹിസ്റ്റോഗ്രാം വേണം, ഫ്രീക്വൻസി പോളിഗൺ വേണം. അതുപോലെ അരിത്തമെറ്റിക് മീൻ. 12ാമത്തെ മൊഡ്യൂൾ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് ആണ്. അവിടെ ഷെയർസ്, ട്രേഡിംഗ് ഇൻ ഷെയർസ്, ഡിവിഡൻസ്, ഡിബെഞ്ചേഴ്സ്, ബാങ്കിങ്, അക്കൗണ്ട്സ്, അക്കൗണ്ട് സേവിംഗ്, കറണ്ട് അക്കൗണ്ട് സേവിംഗ്, കറണ്ട്, റിക്കറിംഗ്, ഫിക്സഡ്, സെയിൽ ടാക്സ് ആൻഡ് വാല്യൂ ആഡഡ് ടാക്സ്. ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സിലുള്ളത്. ഓക്കെ, മൊഡ്യൂൾ 13ലേക്ക് വരുന്ന സമയത്ത് സർക്കിൾസ് ആണ്. അവിടെ സീക്കൻറ്റും ടാൻജന്റും എന്താണ്, ഏരിയ ഓഫ് സെഗ്മെന്റ്, ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ്സ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ്, ഏരിയ ഓഫ് സെക്ടേഴ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്, സർക്കംഫറൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ വേണ്ടത്. അടുത്തത് മൊഡ്യൂൾ 14 ആണ്. അവിടെ ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ്. അവിടെ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ്, പ്രോപ്പർട്ടീസ്, മിഡ് പോയിന്റ് തിയറം, ഏരിയ, പെരിമീറ്റർ, പൈതഗോറസ് തിയറം, ആംഗിൾസ്.
15ാമത്തെ മൊഡ്യൂൾ സോളിഡ്സിൽ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് സോളിഡ് ഫിഗേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. 16ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് സിമിലർ ആൻഡ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമിലാരിറ്റി ആൻഡ് കോൺഗ്രുവൻസ് അതാണ് നമുക്ക് പഠിക്കേണ്ടത്. 17ാമത്തെ മൊഡ്യൂൾ ട്രിഗണോമെട്രി ആണ്. അവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ, പ്രോബ്ലംസ് ഓൺ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ട്രിഗണോമെട്രിക് റേഷ്യോസ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. 18ാമത്തെ മൊഡ്യൂൾ വരുന്നത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. അവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ളത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡിവിഷൻസ്, അതുപോലെ സെൻട്രോയിഡ്, ഇൻസെന്റർ, സ്ട്രേറ്റ് ലൈൻസ്, വേരിയസ് ഫോംസ്, ഇത്രയും കാര്യങ്ങൾ. 19ാമത്തെ മൊഡ്യൂൾ നമുക്ക് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, വർക്ക്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ്. ആൻഡ് 20ാമത്തെ മൊഡ്യൂൾ വരുന്നത് സെറ്റ്സ് ആണ്. അവിടെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടൈപ്സ് ഓഫ് സെറ്റ്സ്, വെൻ ഡയഗ്രാം വരയ്ക്കാനുള്ള രീതികൾ, അതിൽ വരുന്ന പലതരം ഓപ്പറേഷൻസ്, അതിൻ്റെ ഇന്റർസെക്ഷൻ, യൂണിയൻ തുടങ്ങിയ ഓപ്പറേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മാത്സിൻ്റെ മൊഡ്യൂൾ. 20 മൊഡ്യൂൾസ് ആണുള്ളത്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ 1ൽ നിന്നും 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒരെണ്ണം, 5 മാർക്ക് ക്വസ്റ്റ്യൻ 2 എണ്ണം. ഓക്കെ, മൊഡ്യൂൾ 2ൽ നിന്നും 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 3ൽ നിന്നും 3 മാർക്കിന്റെ 1, 5 മാർക്കിന്റെ 1. മൊഡ്യൂൾ 4ൽ നിന്നും 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 5ൽ നിന്ന് 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നെയാണ് മൊഡ്യൂൾ 6ലും 7ലും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഓരോ ക്വസ്റ്റ്യൻസ് വീതം. മൊഡ്യൂൾ 7ൽ 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനുമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. മൊഡ്യൂൾ 8ൽ 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. അതുപോലെ മൊഡ്യൂൾ 9ലേക്ക് വരുമ്പോഴത്തേക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നാണ്, 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മൊഡ്യൂൾ 10ലും മൊഡ്യൂൾ 11ലും 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും ഉണ്ട്. മൊഡ്യൂൾ 12ലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനേ ഉള്ളൂ. മൊഡ്യൂൾ 13 ആൻഡ് മൊഡ്യൂൾ 14 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസിൽ 3 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് വീതമേ ഉള്ളൂ. 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി മൊഡ്യൂൾ 15ലേക്ക് വരുമ്പോൾ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെയാണ് മൊഡ്യൂൾ 16ലും. ഓക്കെ, 17ലും 18ലും അങ്ങനെ തന്നെയാണ് 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഓരോ ചോദ്യങ്ങൾ വീതം. മൊഡ്യൂൾ 20ലും അങ്ങനെ തന്നെയാണ്, ഓരോ ചോദ്യങ്ങൾ വീതമേ ഉള്ളൂ. മൊഡ്യൂൾ 19ൽ പക്ഷേ 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം 20 3 മാർക്ക് ക്വസ്റ്റ്യൻസും ആകെ 28 5 മാർക്ക് ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ മാർക്ക് എത്ര വരും? 200. അപ്പോൾ 200 മാർക്കിനാണ് പരീക്ഷ നടക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനും ആദ്യ റാങ്കിൽ എത്തുന്നതിനും വേണ്ടിയിട്ട് TechPSC അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ്സുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസ്സുകളാണ്. ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് മറ്റൊരു പ്രത്യേകതയാണ്. ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് എക്സാമുകളും അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടിയ എക്സാമുകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഇനി ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനും അതോടൊപ്പം ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൻ്റെ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്